ഭയപ്പെടേണ്ട ദൂര ചെയ്തില്ലേ, ഇന്നത്തെ ഭാരത്താലേറുകിയപ്പോ ഒന്നും ഭയപ്പെടേണ്ട ദൂര ചെയ്തില്ലേ. പാപ്പയനാഥനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർക്കുക സ്തുതിച്ചിടുക. ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ തേജസ്, നഷ്ടപ്പെട്ടു പോയ മഹത്വം തിരിച്ചെടുക്കുവാനായിട്ട് കർത്താവായ യേശു ക്രിസ്തു മുട്ടുമടക്കിക്കൊണ്ട് ആ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയത് ഇവിടെ ഇരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും പാപങ്ങൾ മോചിച്ചു തരുവാൻ, എന്നെയും നിങ്ങളെയും താഴ്മയെന്തെന്ന് പഠിപ്പിക്കുവാനായിട്ട് ആ സ്വലോക മഹിമ വെടിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്ന് ആ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുടയ്ക്കുവാനായിട്ടിടയായി. ആർക്കു വേണ്ടിയാണ്? എന്നെയും നിങ്ങളെയും സ്നേഹിക്കുവാനായിട്ട്, എനിക്കും നിങ്ങൾക്കും മാതൃക കാണിച്ചു തരുവാനായിട്ട്. ഞാനും നിങ്ങളും ഈ ലോകത്ത് ആയിരിക്കുന്ന അവസരത്തില്, നമ്മുടെ ഭവനാന്തരീക്ഷത്തില്, നമ്മുടെ സഭയുടെ അന്തരീക്ഷത്തില്, നമ്മുടെ പ്രാദേശിക തലത്തില് ഞാനും നിങ്ങളും താഴ്മ ധരിക്കുവാനായിട്ട് നമുക്ക് മനസ്സാണോ? മറ്റുള്ളവരെന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ എതിർത്ത് പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണോ ചെയ്യുന്നത്? അതോ കർത്താവായ യേശു ക്രിസ്തു കാണിച്ചതുപോലെ താഴ്മ ധരിക്കുവാനായിട്ട് ഇവിടെ ഇരിക്കുന്ന നമുക്ക് മനസ്സാണോ? യേശു കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. ജീവിതത്തിൽ താഴ്മ ധരിക്കാത്ത, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് വൈരാഗ്യവും എല്ലാ പകയും വെച്ചുകൊണ്ട് ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെയുണ്ട്. നിങ്ങളുടെ മുന്നിൽ കർത്താവിൻ്റെ സാന്നിധ്യം വന്ന് എൻ്റെ യേശു മുട്ടുമടക്കുകയാണ്. എൻ്റെ യേശു മുട്ടുമടക്കി നിങ്ങളെ കാണിച്ചിട്ട് പറയുകയാണ്, എൻ്റെ കൂട്ട് നിങ്ങൾ താഴ്മ ധരിക്കണം, എൻ്റെ കൂട്ട് നിങ്ങൾ പ്രവർത്തിക്കണം. ആ താഴ്മ ധരിച്ചല്ലാതെ നിങ്ങൾക്ക് എൻ്റെ സ്നേഹിതന്മാരായി തീരുവാനായിട്ട് കഴിയുകയില്ല. എത്ര പേർക്ക് ഏറ്റെടുക്കുവാനായിട്ട് കഴിയും? ഈ രാത്രികാലം ഒരു വ്യത്യാസത്തിൻ്റെ രാത്രിയായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കണം. എൻ്റെ ജീവിതത്തിൽ താഴ്മയില്ലാത്ത മനോഭാവത്തെ ഞാൻ മാറ്റിക്കളഞ്ഞിട്ട് എൻ്റെ യേശുവിന് വേണ്ടി, എൻ്റെ യേശുവിനെ എൻ്റെ സ്നേഹിതനാക്കുവാനായിട്ട്, ഞാൻ താഴ്മ ധരിക്കുവാനായിട്ട് ഞാൻ ഇന്ന് തയ്യാറാകുന്നു. എനിക്ക് നിന്നോട് ദൈവത്തിന്റെ അരുളപ്പാട് അറിയിക്കാനുണ്ട്. എനിക്ക് തൈലപാത്രം നിന്റെ മേൽ ഒഴിക്കാനുണ്ട്. ഞാൻ എടുത്തു വെച്ച കൈക്കുറക് നിനക്ക് തരാനുണ്ട്. ഇസ്രായേലിന് രാജാവായി നിന്നെ അഭിഷേകം ചെയ്യാനുണ്ട്. നിന്നെ കൊണ്ട് ദൈവത്തിന് വൻകാര്യങ്ങൾ ചെയ്യാനുണ്ട്. പക്ഷെ അത് മുഴുവൻ നടക്കണമെങ്കിൽ അപ്പന്റെ കാണാതെ പോയ കഴുതയെ കുറിച്ച് നീ ഒന്ന് മറക്കണോ? ഇന്ന് രാത്രി നിന്റെ ചിന്തകൾ ജീവിതത്തിലെ നഷ്ടങ്ങളെ കുറിച്ച്, നിന്റെ കുടുംബത്തിന്റെ നഷ്ടങ്ങൾ, നിന്റെ പിതാക്കന്മാരുടെ നഷ്ടങ്ങൾ, നിന്റെ ചരിത്രത്തിലെ നഷ്ടങ്ങൾ, ഈ നഷ്ടങ്ങൾക്കകത്ത് കിടന്ന് നിന്റെ മൈൻഡ് കറങ്ങുന്നത് കൊണ്ട് ദൈവത്തിന് നിന്നെ ഒരു നിയോഗമേൽപ്പിക്കാൻ കഴിയാത്തത്. ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, ഇന്നലകളിലെ നഷ്ടത്തിൽ നിന്ന് നിന്റെ മൈൻഡിനെ ഒന്ന് ഫ്രീ ആക്കിയാട്ടെ. എവിടെയോ നീ ചിലയിടങ്ങളിൽ പരാജയപ്പെട്ടോ, നിനക്കും നിന്റെ കുടുംബത്തിനും ചില നഷ്ടങ്ങൾ പറ്റി. ആ നഷ്ടങ്ങൾ നിന്റെ മൈൻഡിനെ വല്ലാതെ ബ്രേക്ക് ചെയ്തോ. ഇന്നലകളിൽ നിന്റെ ശുശ്രൂഷകളിൽ ചില നഷ്ടങ്ങൾ വന്നോ, ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ വന്നോ, ആ നഷ്ടം നിന്നെ വല്ലാതെ ബ്രേക്ക് ചെയ്തോ. ചില മുറിവുകൾ വന്നോ, അത് നിന്നെ വല്ലാതെ തളർത്തി. പക്ഷേ ഇന്ന് പറയുകയാണ്, കാണാതെ പോയ കഴുതയെ കുറിച്ച് നീ ഇനി ചിന്തിക്കാതിരിക്ക. നിന്റെ മൈൻഡ് ഒന്ന് ഫ്രീ ആകട്ടെ. ഞാൻ നിന്നെ ഒരു നിയോഗം ഏൽപ്പിക്കാൻ പോവാ. പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടെന്നിരിക്കാം. പ്രതീക്ഷകൾ നമ്മുടെ മുമ്പിലുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ ഒന്നും വകയില്ലെന്നിരിക്കാം. എന്നാൽ ഞാൻ ആരെയാണ് അറിഞ്ഞത് എന്ന് എനിക്കറിയാം. ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത് എന്ന് എനിക്കറിയാം. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പോലെ അവൻ എൻ്റെ ഉപനിധി, ആ ദിവസം വരെ കാക്കാൻ ശക്തനാണ്. വിശ്വസിച്ചാൽ, ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, എന്റെ നീതിമാൻ വിശ്വാസം കൊണ്ട് ജീവിക്കും. അവന്റെ കണ്ണിൽ കാണുന്നതെല്ലാം നെഗറ്റീവാണ്, റിപ്പോർട്ടുകളെല്ലാം നെഗറ്റീവാണ്. പക്ഷെ നീതിമാനുണ്ടല്ലോ, ആ റിപ്പോർട്ടുകളിലല്ല നോക്കുന്നത്. അവൻ വിശ്വാസം കൊണ്ട് ജീവിക്കുന്നവനാണ്. അവൻ വിശ്വാസത്തിൽ ആശ്രയിക്കും. ഒരാമേൻ പറഞ്ഞാട്ടെ. എന്റെ നീതിമാൻ വിശ്വാസം കൊണ്ട് ജീവിക്കും.
എരിഹോ മതിലിന്റെ വലിപ്പം ഒരു വിഷയം തന്നെയാണ്. പക്ഷെ വിശ്വസിക്കുന്നവൻ അതൊരു വിഷയമല്ല, അത് താഴെ വരുമെന്നുള്ളതാണ് അവന്റെ ബോധ്യം. ചെങ്കടൽ ഒരു പ്രോബ്ലം തന്നെയാണ്, പക്ഷെ വിശ്വാസം കൊണ്ട് ജീവിക്കുന്നവന് ഒരു 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 തിരിച്ചറിവുണ്ട്. ഇതിനകത്ത് ഒരു ഉണങ്ങിയ നിലത്തെ ഞാൻ കാണും. അതാ പറഞ്ഞു, എന്റെ നീതിമാൻ വിശ്വാസം കൊണ്ട് ജീവിക്കും. കോശത്തിൽ കേൾക്കുന്ന സംഗമങ്ങൾ സുരിച്ചിടാം വെള്ളത്തിലിരച്ചിപ്പോൾ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. സുരിച്ചിടാം വെള്ളത്തിലിരച്ചിപ്പോൾ ശബ്ദത്താൽ പരിശുദ്ധയാം സഭയെ. ദയ ലഭിച്ചോർ നാം സുരിച്ചിടുവോ